أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وإذ وعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹദായ ഫദ്ല് നമ്മൾ കേട്ടു തുടങ്ങിയത് സൂറത്തുൽ ബഖറയാണ്. അതിൽ 50, 49, 50, 51, 52, 53, 49 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് നിയോഗിക്കപ്പെട്ട ഏറ്റവും വലിയ സമൂഹമായിരുന്നു ഇസ്രായേലിയർ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകൾ. ബനൂ ഇസ്രായേൽ എന്നാണ് അവരെ പൊതുവിൽ അറിയപ്പെടുക. ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ ബഹുഭൂരിഭാഗവും പ്രബോധനം ചെയ്ത പ്രബോധിതരാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന വലിയ സമൂഹം. ഇനി അങ്ങോട്ട് കുറെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് 2 ലക്ഷ്യമാണുള്ളത്. ഒന്നാമത്തത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ എത്തുമ്പോൾ അന്ന് മദീനയിലുണ്ടായിരുന്ന യഹൂദികൾ, തൗറാത്തിൽ വിശ്വസിച്ചിരുന്നവർ, ഇൻജീലിൽ വിശ്വസിച്ചിരുന്നവർ, മൂസ നബിയെ പ്രവാചകനായി അംഗീകരിച്ചിരുന്നവർ, ഈസാ നബിയെ പ്രവാചകനായി അംഗീകരിച്ചിരുന്നവർ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അവരുടെ നിർബന്ധ ബാധ്യതയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുക, തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ അംഗീകരിക്കുക. ഈ 2 ബാധ്യത അവർക്കുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയും അവരുടെ മേലെ ഉണ്ട്. അപ്പോ അള്ളാഹ് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ ഓർത്തുകൊണ്ടെങ്കിൽ പോലും അവര് പ്രവാചകനിൽ വിശ്വസിക്കുകയും ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്യണം. രണ്ടാമത്തത്, ഈ കഥ നമ്മളോട് എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിനോട് എന്തിനാണ് ഈ സംഭവം പറഞ്ഞു തരുന്നത്, ഈ ചരിത്രം പറഞ്ഞു തരുന്നത്? നമ്മൾ എത്ര മേലേക്ക് ഉയർന്നു പോയാലും, എത്ര പടികൾ മുകളിലോട്ട് കയറിപ്പോയാലും, ഓരോ പടികൾ ആദ്യം നമ്മൾ വെച്ച ചുവട് മുതൽ മുകളിലോട്ട് അള്ളാഹ് ചെയ്തു തന്നെ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് കഴിയണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും രക്തചുരുക്കം എങ്ങനെയായിരുന്നു?
അള്ള ചെയ്തു കൊടുത്ത നിഅമത്ത്, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലമതിക്കുകയും പലപ്പോഴും അതിനെ ഓർക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ. ബനൂ ഇസ്രായേലിയരെ, നിങ്ങളത് ഓർക്കുക. നിങ്ങളൊന്ന് ഓർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പറയപ്പെട്ടത് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ, ഉദ്കുറു യാ ബനി ഇസ്രായേൽ നിഅമതി, ഞാൻ ചെയ്തു തന്നെ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർക്കുക. നിങ്ങളൊന്ന് മുമ്പോട്ട് പോയി എന്താ ചെയ്തത്? ഒന്നാമത്തത്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബ്. ഫിർഔനിന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായിരുന്ന, നിങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന ആ വലിയ ഫിത്നയിൽ നിന്ന്, അവന്റെ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയത് നിങ്ങളൊന്ന് ഓർക്കണേ. ഒരു വേള നിങ്ങളൊന്ന് ഓർക്കണേ. യസൂമൂനകും സൂഅൽ അദാബ്, അവൻ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും, വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു. ആ സംഭവമൊക്കെ നേരത്തെ നമ്മൾ പ്രതിപാദിക്കപ്പെട്ടു പോയതാണ്. നിങ്ങളുടെ സ്ത്രീകളെ അവൻ വെറുതെ വിട്ടു, ജീവിക്കാൻ വിട്ടു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമായിരുന്നു. അതൊരു കടുത്ത പരീക്ഷണമായിരുന്നു. അവന്റെ കഠിനമായ പീഡനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകി. എന്നിട്ടോ അവരിൽ നിന്ന് മോചിപ്പിച്ച് അവന്റെ രാജ്യത്തിൽ നിന്നും നിങ്ങളെ നാട് കടത്തി. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ. രണ്ടാമത്തെ നിഅമത്ത്, അവൻ സമുദ്രത്തെ പിളർത്തി. നിങ്ങളെ അവൻ കൊണ്ടുചെന്നെത്തിയത് ഒരു സമുദ്രത്തിന്റെ തീരത്തിലാണ്. മുമ്പോട്ട് നോക്കുമ്പോ സമുദ്രം, പുറകിലോട്ട് നോക്കുമ്പോ അവന്റെ സൈന്യം സർവായുധ സജ്ജരായി നിങ്ങളെ പിടികൂടി വധിക്കാൻ സർവസന്നാഹങ്ങളോടുകൂടി നിങ്ങളുടെ പിറകെ എത്തുകയാണ് അവനും അവന്റെ സൈന്യവും. ഈ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തെ നിങ്ങൾക്ക് പിളർത്തി, നിങ്ങളുടെ മുന്നിൽ പിളർത്തി 12 വഴികളാക്കി രാജപാത ഒരുക്കി. എന്നിട്ട് അതിലൂടെ നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. എന്നിട്ടോ വഅഗ്റഖ്നാ ആല ഫിർഔൻ, ഫിർഔനെയും അവന്റെ അനുയായികളെയും അവന്റെ പട്ടാളത്തെയും അവൻ ആ വെള്ളത്തിൽ തന്നെ, ആ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. കൊല്ലുകയും ചെയ്തു. വഅന്തും തൻദുറു, നിങ്ങൾ നോക്കി നിൽക്കുക. നിങ്ങൾ വലിയ അപകട ഘട്ടത്തിലായിരുന്നു. നിങ്ങൾ മുന്നിൽ സമുദ്രം, പിറകിൽ ശത്രു. നോക്കണേ, മുന്നിൽ സമുദ്രമാണ്, പിറകിൽ ശത്രുവാണ്. മുമ്പോട്ട് പോയാൽ അപകടമാണ്, നിന്നു പോയാലോ ഒരു മിനിറ്റ് താമസിച്ചു പോയാലോ അപ്പോഴും അപകടമാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കിനി ഒന്നുമില്ല, ഇനി ഒന്നും ഇനി നോക്കാനില്ല. ജീവിതമേ നഷ്ടപ്പെട്ടു, ജീവനെ നഷ്ടപ്പെട്ടു, അവസാനിച്ചു എന്ന ഘട്ടമെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുന്നിൽ സമുദ്രത്തില് രാജപാത ഒരുക്കി തന്നു, നിങ്ങൾക്ക് വഴി ഒരുക്കി തന്നു. അങ്ങനെ നിങ്ങൾ മറുകരയിലെത്തി. പിന്നാലെ കൂടിയവർ, നിങ്ങളെ പിടികൂടാൻ വേണ്ടി വന്നവരെ അതേ സമുദ്രത്തിൽ തന്നെ. എങ്ങനെ? നിങ്ങൾക്ക് രാജപാത ഒരുക്കി തന്ന, നിങ്ങൾ എങ്ങനെയാണോ കടന്നു മറുകരയിലെത്തിയത്, ആ പാതയുടെ ഉള്ളിൽ വെച്ച് തന്നെ ആ സമുദ്രത്തിൽ അവരെ മുക്കിക്കൊല്ലുകയുണ്ടായി. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നവരാണ്. അന്തും തന്തൂർ,
നിങ്ങളിത് കാണുന്നുണ്ടായിരുന്നു, ഈ വലിയ അത്ഭുതം. രണ്ടാമത്തെ രംഗം. മൂന്നാമതോ വഇദ് വഅദ്നാ മൂസാ 40 ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകുന്നതിന് വേണ്ടി 40 ദിവസത്തെ രാവുകൾ അല്ലാഹു അവധി നിശ്ചയിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങൾ അടുക്കൽ നിന്ന് എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് 40 ദിവസത്തേക്ക് അല്ലാഹു അവധി നിശ്ചയിച്ചു തൗറാത്ത് കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ആ 40 ദിവസം നിങ്ങളാകട്ടെ നിങ്ങൾ അതിനുശേഷം ചെയ്തതെന്താ? നിങ്ങൾ അതിനുശേഷം പശുക്കുട്ടിയെ, നിങ്ങൾ ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ അദ്ദേഹം സ്ഥലം വിട്ടതോടുകൂടി പശുക്കുട്ടിയെ നിങ്ങൾ ആരാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുകയുണ്ടായി. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമം ചെയ്തു. അള്ളാഹ്ക്ക് പകരം നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമായി ആരാധിക്കുകയുണ്ടായി. അങ്ങനെ നിങ്ങൾ അക്രമം പ്രവർത്തിച്ചവരാണ്. എന്നിട്ടോ സുമ്മ അഫൗന അൻകും, എന്നിട്ടും നിങ്ങൾ കൈ ഉയർത്തിയപ്പോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു. മിൻ ബഅദി ദാലിക, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു. നിങ്ങൾ ഇത്ര വലിയ കഠിനമായി തെറ്റ് ചെയ്തിട്ടും ആ തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് യാചനയുമായി വന്നപ്പോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ഞാൻ ചെയ്തു തന്ന ഈ നിഅമത്തുകൾക്ക് ശുക്ർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയുണ്ടായി. അല്ലാഹു പറയുകയാണ്, وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ, നിങ്ങളുടെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദഗ്രന്ഥം നൽകുകയുണ്ടായി, കിതാബ് നൽകുകയുണ്ടായി, തൗറാത്ത് നൽകുകയുണ്ടായി. വൽ ഫുർഖാന, ഫുർഖാൻ നൽകി. അവിടെ വാവ് എന്ന് പറയുന്നത് സായിദയാണ്. വാവ് വെറുതെ ഇട്ടിരിക്കുകയാണ്. സാധാരണ വാവ് കൊണ്ടുവരുന്ന അക്തഫിന്റെ ഒന്നിനെ മറ്റൊന്നിനോട് യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ വാവ് വെറുതെ ഇട്ടിരിക്കുകയാണ്, സായിദയാണ്. അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. വൽ ഫുർഖാന, കിതാബിന്റെ വിശദീകരണമാണ്. കിതാബിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകി. കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തൗറാത്തിനെ നൽകി. ആ തൗറാത്താകട്ടെ അൽ ഫുർഖാന യഅനി യഫ്റുഖു ബൈനൽ ഹഖ് വൽ ബാതിൽ വൽ ഹുദാ വൽ ളലാല. ഇതാണ് വിശദീകരണം. സന്മാർഗത്തെയും വഴികേടിനെയും വേർതിരിച്ചു തരുന്ന, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ആ കിതാബിനെ അഥവാ തൗറാത്തിനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മൾ നൽകിയുണ്ടായി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഹ്തദൂൻ. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്ന്, നിങ്ങളെ നയിക്കാൻ ഒരു പ്രവാചകൻ മുന്നിൽ നിൽക്കുകയാണ്. രണ്ട്, ആ നയിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന്, യഥാർത്ഥ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേദഗ്രന്ഥമാകുന്ന തൗറാത്തും കിതാബും നിങ്ങളുടെ മുന്നിലാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. എത്ര വലിയ പാഠമാണ്! നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പ്രവാചകന്റെ വരവിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമൂഹത്തെ, ഭൂമിയിലെ ഒരു സമൂഹത്തിന് പടച്ച റബ്ബ് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞ് നമ്മളോട് കഥ പറഞ്ഞു തരുന്നത്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളും ഓർക്കണം, നിങ്ങൾ ഒന്നുമല്ലായിരുന്നു. ഒരു കാലഘട്ടം നിങ്ങൾ ഓർക്കണം. നിങ്ങളെ ഇവിടെ പേര് പോലും പറയപ്പെട്ടിട്ടില്ല, നിങ്ങളെ ആരും ചർച്ച ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ഉമ്മയുടെ ഉദരത്തിലേക്ക്, നിങ്ങളുടെ പിതാവിലൂടെ നിങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. വരുമ്പോഴോ നിങ്ങളുടെ നാണം മറച്ചിരുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ നാണം മറച്ചിരുന്നില്ല, രണ്ട് കൈകളും മുറുക്കെ പിടിച്ചിരുന്നു. നിങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, വെറും ശൂന്യമായിട്ടാണ് നിങ്ങളുടെ കൈകൾ. എന്തിനേറെ, നിങ്ങളെ നാണം മറയ്ക്കാൻ നിങ്ങളുടെ ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ പിറവിയെടുത്തത്. നിങ്ങൾ പിറവിയെടുക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇവിടെ വലുതും പലതും ഇവിടെ സംവിധാനിച്ചു വെച്ചിരുന്നു. ഭൂമിയെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു.
ആകാശത്തെ അല്ലാഹു നിർമ്മിച്ചു വെച്ചിരുന്നു. നിങ്ങൾക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടി സൂര്യനെ അല്ലാഹു സംവിധാനിച്ചു വെച്ചിരുന്നു. രാത്രി നിങ്ങൾക്ക് പ്രകാശം നൽകുന്നതിന് വേണ്ടി ചന്ദ്രനെ അല്ലാഹു സംവിധാനിച്ചു വെച്ചിരുന്നു. നിങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി മാനത്ത് നിന്ന് അവൻ മഴയെ ഇറക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായുവിനെ ഇവിടെ സജീവമാക്കി വെച്ചിരുന്നു. അല്ലാഹു എല്ലാം ഇവിടെ സജീവമാക്കി. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചുറ്റുപാടുകളും ഇവിടെ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചു. അവിടെ നിന്ന് അല്ലാഹു നിങ്ങളുടെ നഗ്നതയെ മറച്ചു. നിങ്ങളുടെ കൈകളുടെ വിരലുകളെ നിവർത്തി നിങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം തന്നു, ഇണയെ തന്നു, മക്കളെ തന്നു, സൗഭാഗ്യങ്ങൾ തന്നു. നിങ്ങൾക്ക് പേരായി, നിങ്ങൾക്ക് പ്രശസ്തിയായി, അഡ്രസ്സായി നിങ്ങളുടെ ആളുകൾ തിരിച്ചറിയുന്നു. എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു, പരിചയം പുതുക്കുന്നു. ഈ തരത്തിലേക്ക് നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ഒന്ന് നിങ്ങൾ ഓർക്കണേ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ. ഇത് ഓർത്തിട്ട് റബ്ബിന് ശുക്ർ രേഖപ്പെടുത്താൻ, നിങ്ങൾ നന്ദി രേഖപ്പെടുത്താൻ. അപ്പോഴും നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി അല്ലാഹു ഇവിടെ നിശ്ചയിച്ചു തന്ന പ്രവാചകൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും പ്രവാചകന് നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ആ വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾ ആരാകണം? തഹ്തദൂ. നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായി തീരണം. അത് ആ ഒരു ലക്ഷ്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഫറഅൽ യഹൂദ, യഹൂദികളെ കാണുകയാണ്, ജൂതരെ കാണുകയാണ്, യസൂമൂന യൗമ ആശുറ, ആശുറ ദിവസത്തിൽ, മുഹറം 10ന്റെ ദിവസത്തിൽ അവർ നോമ്പെടുത്തിരിക്കുന്നതായി കാണുകയാണ്. കാരണം വലിയൊരു ആപൽ ഘട്ടത്തിൽ നിന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മുമ്പിൽ കടല്, പിന്നിൽ ഫിർഔനിന്റെ പട്ടാളക്കാരും, ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗത്തു നിന്ന് ജീവിതം തുടങ്ങുകയാണ്. അത്ഭുതം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെ അത്ഭുതകരമായി അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമത്രേ മുഹറം 10. അതുകൊണ്ട് ആ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഭാഗമായി നോമ്പെടുക്കുന്നതായി ജൂതരെ കാണുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഅസൂമന്ന താസിയ. ആ ഒരു വിഷയത്തിൽ പോലും, നോമ്പിന്റെ വിഷയത്തിൽ പോലും താരതമ്യമാകാൻ പാടില്ല, താതാമ്യം വേണ്ട. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി ചേർത്ത് ഞാൻ നോമ്പ് പിടിക്കും എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഫഅമറ ബിസിയാമിഹി, സ്വഹാബത്തിനോട് നോമ്പ് പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. നബി തങ്ങൾ നോമ്പ് പിടിച്ചു, നബി തങ്ങൾ നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയ, നസായി, ഇബ്നു മാജ തുടങ്ങിയ സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളെ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആകെ ചുരുക്കം മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന് നന്ദിയുള്ളവരായി തീരണം. അല്ലാഹു നമ്മൾ ചെയ്തു തന്ന നിഅമത്തുകളെ നമ്മൾ സ്മരിക്കണം. എങ്കിൽ ലഅസീദന്നക്കും, അല്ലാഹു ഏറ്റി തരും. അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അല്ലാഹു വർധനവ് തരും. നേരെ മറിച്ചാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അല്ലാഹു തിരിച്ചെടുക്കും, പടച്ചോൻ തിരിച്ചെടുക്കും. പിന്നെയോ തീർച്ചയായും വലിയ ശിക്ഷയിലേക്ക് നമ്മളെ എറിയപ്പെടുകയും ചെയ്യും. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയുണ്ട്, ഇനിയും വഇദ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ ഇനി പുറകെ ചുവടെ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു നിങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَصُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم
البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.